ഞങ്ങളെല്ലാവരും കൂടി സംരക്ഷിക്കലോ ശ്രദ്ധിക്കലോ അസാധ്യമാണ് എന്നുള്ളതുകൊണ്ട് മമ്മി എന്നെ മമ്മിയുടെ അനുജത്തിയുടെ വീട്ടിലേക്ക് അയച്ചു. അന്ന് എനിക്ക് 7 8 വയസ്സായിരുന്നു. ആ വീട്ടിൽ ഞാൻ അനുഭവിച്ചത് ഇന്ന് എനിക്ക് മറക്കാൻ കഴിയുന്നതല്ല. കാരണം അവിടെ സ്നേഹിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട മമ്മിയല്ല അവിടെയുള്ളത്, മമ്മിയുടെ അനുജത്തിയാണ്. മമ്മിക്കും മമ്മിയുടെ അനുജത്തിക്കും ആ കുഞ്ഞിനോടുള്ള കാഴ്ചപ്പാട്, വാത്സല്യത്തിൽ വ്യത്യാസം ഉണ്ടാവും. മമ്മി ചെയ്യുന്നത് പോലെ മമ്മിയുടെ അനുജത്തി ആ കുഞ്ഞിനോട് ക്ഷമിച്ചു എന്ന് വരില്ല. മമ്മി ഒരുപക്ഷെ ആ കുഞ്ഞിനോട് എടുക്കുന്ന സമീപനമായിരിക്കില്ല ആ വീട്ടിൽ അവർക്ക് ആ കുട്ടിക്ക് കിട്ടുക. അപ്പോൾ അവിടെയും ഈ കുട്ടി അനുഭവിക്കുന്ന ആ ജീവിത യാഥാർത്ഥ്യം, പ്രിയപ്പെട്ടവരാൽ ഉപേക്ഷിക്കപ്പെടുന്നു, എന്നാൽ ജീവിക്കുന്ന വീട്ടിലോ മാനസികമായി പീഡനങ്ങൾ അനുഭവിക്കുന്നു. പലപ്പോഴും ഈ വീട്ടിലും ആ കുഞ്ഞനുഭവിക്കുന്ന ആ യാഥാർത്ഥ്യത്തെ, ഒറ്റപ്പെടലിൻ്റെ, വേദനിപ്പിക്കുന്ന അനുഭവങ്ങളുടെ, അപ്പം അവരെ സംബന്ധിച്ച് അവർക്കും കുട്ടികളുണ്ടാവും. ചിലപ്പോൾ അവർക്കിടയിൽ തന്നെ അവരൊരു പാർഷ്യാലിറ്റി ഈ കുട്ടി ചിലപ്പോൾ നേരിടേണ്ടി വന്നേക്കാം. ഇതിലെവിടെയെല്ലാം ആ കുഞ്ഞ് തിരിച്ചറിയുന്നത് എന്താണ്? ആ കുഞ്ഞ് എങ്ങനെ ജീവിതത്തെ കാണും? സ്വയം എങ്ങനെ ആ കുഞ്ഞ് സ്വയം തിരിച്ചറിയും? അപ്പം മക്കൾ എന്ന് പറയുന്നത് വളരേണ്ടത് മാതാപിതാക്കൾക്കൊപ്പമാണ്. മാതാപിതാക്കൾ എവിടെയാണോ അവിടെയാണ്, ആ വീട്ടിലാണ്. അവരുടെ സ്നേഹത്തിൻ്റെ തലോടലേറ്റ്, അവരുടെ കരുതലിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ് ആണ് മക്കൾ വളരേണ്ടത്.